എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡേറ്റ ക്ലീനിങ്ങിനെ കുറിച്ചാണ്. ഒരു ഡേറ്റ സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡേറ്റ സെറ്റിൽ ചില കോളംസിൽ വാല്യൂസ് ഉണ്ടാവില്ല. സോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഫിൽന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ആ വാല്യൂസിനെ ഫില്ല് ചെയ്യേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ ഡ്രോപ്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. ഇതേപോലെ തന്നെ ഒരേ ഇൻഫോർമേഷൻസ് ഒന്നിലധികം ടൈംസ് റിപ്പീറ്റ് ആയിട്ട് ഈ ഒരു ഡേറ്റ സെറ്റിൽ വന്നിട്ടുണ്ടാവും. സോ നമുക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രോപ്പ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ടി വരും. ഇതേപോലെ ഈ ഒരു ഡേറ്റ സെറ്റിൽ ഒരുപാട് കറക്ഷൻസ് വരുത്തേണ്ടി വരും. അപ്പൊ ഈ മിസ്റ്റേക്സുകളൊക്കെ കണ്ടെത്തിയിട്ട് കറക്റ്റ് ആക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഈ ഒരു ഡേറ്റ ക്ലീനിങ് എന്ന് പറയുന്നത്. ഈ ഒരു ഡേറ്റ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഫസ്റ്റ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ, പാൻഡാസ് പിപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം ഇമ്പോർട്ട് പാൻഡാസ് ആസ് PD ചെയ്യണം. ഇതിനുശേഷം നമുക്ക് ഏത് ഡാറ്റ സെറ്റ് ആണോ വേണ്ടത് ആ ഡാറ്റ സെറ്റ് നമ്മൾ എന്ത് ചെയ്യണം? റീഡ് ചെയ്യണം. ഡേറ്റ എന്ന് പറയുന്ന ഒരു ന്യൂ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു വേരിയബിളിലേക്ക് ഞാൻ pd.read എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ CSV ഫയലാണ് ഞാൻ റീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് CSV എന്ന് മെൻഷൻ ചെയ്യാണ്. റീഡ് എന്ന് പറഞ്ഞ ഒരു അണ്ടർസ്കോർ കൊടുത്തതിന് ശേഷം നമ്മുടെ ഫയൽ ഏത് CSV ആയതുകൊണ്ട് CSV എന്ന് മെൻഷൻ ചെയ്യുന്നു. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫയൽ എക്സൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ എക്സലിന് വേണം കൊടുക്കാനായിട്ട്, CSVക്ക് വരാം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റെ ഫയൽ എന്ത് ചെയ്യാണ്? കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഫയലിന് ഈ CSV എന്ന് പറയുന്ന ഫയലിന് നമ്മൾ റീഡ് ചെയ്യുന്നു. റീഡ് ചെയ്തതിന് ശേഷം എനിക്ക് ഈ ഒരു ഫയലില് ഫസ്റ്റത്തെ 5 റോസിന്റെ ഡീറ്റെയിൽസ് ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഹെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ഈ ഒരു വേരിയബിൾ ഡോട്ട് ഹെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മെൻഷൻ ചെയ്യുന്നു. മെൻഷൻ ചെയ്തതിന് ശേഷം ഞാൻ റൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റത്തെ 5 റോസിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടി. ഇപ്പോൾ ഇവിടെ എനിക്ക് ഇതിൽ 5 റോസിന്റെ ഡീറ്റെയിൽസ്, അതായത് 5 ലൈൻസിന്റെ ഡീറ്റെയിൽസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്ക് 10 ലൈൻസിന്റെ ഡീറ്റെയിൽസ് ആണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ ഒരു ബ്രാക്കറ്റിൽ 10 എന്ന് മെൻഷൻ ചെയ്യണം. എന്ന് മെൻഷൻ ചെയ്തിട്ട് റൺ ചെയ്യുന്നു. അപ്പൊ എനിക്ക് ഫസ്റ്റത്തെ 10 ലൈൻസിന്റെ ഡീറ്റെയിൽസ് എനിക്കിവിടെ കിട്ടി. അടുത്തായിട്ട് ഞാൻ നോക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടെയിലാണ്. അതായത് ഈ ഒരു ഡേറ്റ സെറ്റിന്റെ ലാസ്റ്റത്തെ ഒരു 5 റോസിന്റെ, അതായത് 5 ലൈൻസിന്റെ ഡീറ്റെയിൽസ് ആണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ടെയിൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ മെൻഷൻ ചെയ്തിട്ട് റൺ ചെയ്താൽ മതി. റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടി? ഈ ഒരു ഡാറ്റ സെറ്റിലെ ലാസ്റ്റത്തെ 5 റോസിന്റെ ഡീറ്റെയിൽസ് എനിക്കിവിടെ കിട്ടി. അപ്പൊ ഇതിലും എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്കിപ്പോ ഒരു 6 റോസിന്റെ, അതായത് 6 ലൈൻസിന്റെ ആണ് എനിക്ക് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ 6 എന്ന് മെൻഷൻ ചെയ്താൽ മതി. എന്നിട്ട് റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? 6 ലൈൻസിന്റെ ഇൻഫോർമേഷൻസ് എനിക്കിവിടെ കാണാനായിട്ട് പറ്റും. അടുത്തായിട്ട് ഞാൻ ഈ ഒരു ഡേറ്റ സെറ്റിന്റെ ഷേപ്പ് നോക്കുകയാണ്. അപ്പൊ ഷേപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡേറ്റ ഡോട്ട് ഷേപ്പ്, ഈ ഡേറ്റ എന്ന് ഉദ്ദേശിക്കുന്ന വേരിയബിളിന്റെ നെയിം ആണ്. സോ ഡേറ്റ ഡോട്ട് ഷേപ്പ് എന്ന് മെൻഷൻ ചെയ്യുന്നു. റൺ ചെയ്യുന്ന സമയത്ത് 768 എന്ന് പറയുന്ന, അപ്പൊ അത്രയും റോസ് ഇവിടെ ഉണ്ട്. ഓക്കെ, 768 റോസ് ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ 9 കോളംസ് ഉണ്ട് ഇവിടെ. അപ്പൊ അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്, റോസും കോളംസും. 768 റോസും 9 കോളംസും ഉണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത്, ഇതിലിപ്പോ നമ്മൾ ഷേപ്പും ടെയിലും ഹെഡും ആണ് നോക്കിയത് അല്ലെ? അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വേരിയബിളിന്റെ നെയിം മെൻഷൻ ചെയ്തതിന് ശേഷം ഇൻഫോ കൊടുക്കാം. ഇൻഫോ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഡാറ്റ സെറ്റിന്റെ ഇൻഫോർമേഷൻസ് കിട്ടും. ഓക്കെ, അടുത്തായിട്ട് എനിക്കിപ്പോ ഇതില് ഈ ഒരു വേരിയബിൾ ഡോട്ട് ഡിസ്ക്രൈബ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റൺ ചെയ്യുന്ന സമയത്ത് എനിക്കിതിന്റെ വേറെയും കുറച്ച് ഇൻഫോർമേഷൻസുകളെ കുറിച്ച് ഇവിടെ കിട്ടും അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസുകളാണ്. ഓക്കെ, കുറച്ച് ബേസിക് ഫങ്ഷൻസുകളാണ്. നമ്മൾ ഈ ഒരു ലൈബ്രറിയുടെ പാർട്ട് 2 നമ്മൾ കുറെ ഫങ്ഷൻസുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്.
അപ്പൊ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു തേർഡ് പാർട്ട് കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമാണ്. ഈ ഫങ്ഷൻസുകളെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആ ഒരു പാർട്ടിൽ പറയുന്നുണ്ട്. ഇതിനുശേഷം ഞാൻ അടുത്തായിട്ട് നോക്കുന്നത് ഇതില് ഈ ഒരു ഡേറ്റ സെറ്റിൽ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ നോക്കുകയാണ്. അപ്പൊ ഇസ്ന ഡോട്ട് എനി എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത് മിസ്സിംഗ് വാല്യൂസ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ വേരിയബിൾ ഡോട്ട് ഇസ്ന ബ്രാക്കറ്റ് മെൻഷൻ ചെയ്തതിന് ശേഷം ഡോട്ട് എനി എന്ന് പറഞ്ഞ ബ്രാക്കറ്റ് വീണ്ടും മെൻഷൻ ചെയ്യുന്നു. റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? ഇവിടെ മിസ്സിംഗ് വാല്യൂസിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ ഇവിടെ എനിക്ക് മിസ്സിംഗ് വാല്യൂസ് എന്ന് പറയുന്നത് ട്രൂ എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തിട്ടാണ് മിസ്സിംഗ് വാല്യൂസ് ഉണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ട്രൂവും ഫോൾസും ഉണ്ട്. ഈ ട്രൂ എന്ന് പറയുന്ന മിസ്സിംഗ് വാല്യൂസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഫോൾസ് എന്ന് പറയുന്ന മിസ്സിംഗ് വാല്യൂസ് ഇല്ല. ഇവിടെ ഈ ഒരു ഗ്ലൂക്കോസിൽ നമുക്ക് മിസ്സിംഗ് വാല്യൂസ് ഉണ്ട്. അതേപോലെ ബി പിയിൽ നമുക്ക് മിസ്സിംഗ് വാല്യൂസ് ഉണ്ട്. സ്കിൻ ഫോൾഡിൽ നമുക്ക് മിസ്സിംഗ് വാല്യൂസ് ഉണ്ട്. ജെറം ഇൻസുലിനിൽ മിസ്സിംഗ് വാല്യൂസ് ഉണ്ട്. BMIയിൽ മിസ്സിംഗ് വാല്യൂസ് ഉണ്ട്. ഈ പറഞ്ഞ പ്രഗ്നന്റിലൊന്നും മിസ്സിംഗ് വാല്യൂസ് ഇല്ല, കാരണം അത് ഫോൾസ് ആണ്. അപ്പൊ നമുക്കിവിടെ മിസ്സിംഗ് വാല്യൂസ് ഉണ്ട് എന്ന് അറിയുള്ളൂ. അപ്പൊ എത്രത്തോളം മിസ്സിംഗ് വാല്യൂസ് ഉണ്ട് നമുക്ക് അറിയുള്ളൂ ഇല്ല. നമുക്ക് കൗണ്ട് ചെയ്യും, നമുക്ക് ആ ഒരു കൗണ്ട് നമുക്ക് അറിയണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇസ്നൾ ഡോട്ട് സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ മെൻഷൻ ചെയ്യാം. വേരിയബിൾ ഡോട്ട് ഇസ്നൾ ഒരു ബ്രാക്കറ്റ് മെൻഷൻ ചെയ്തതിന് ശേഷം ഡോട്ട് സം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ബ്രാക്കറ്റ് മെൻഷൻ ചെയ്യും. ഇതിനുശേഷം നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ എന്തായി? ഈ മിസ്സിംഗ് വാല്യൂസിന്റെ കൗണ്ട് കിട്ടി. ഗ്ലൂക്കോസിൽ 5 മിസ്സിംഗ് വാല്യൂസ് ഉണ്ട്. BPയിൽ 35 ഉണ്ട്. സ്കിൻ ഫോൾഡിൽ 227 ഉണ്ട്. ജെറം ഇൻസുലിനിൽ 374 ഉണ്ട്. BMIയിൽ 11 ഉണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ മിസ്സിംഗ് വാല്യൂസിനെ നമുക്ക് ഫിൽ ചെയ്യണം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഫിൽ ചെയ്യണം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യണം, ഡ്രോപ്പ് ചെയ്യണം. ഈ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഫില്ല എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ ഫില്ല ഫംഗ്ഷൻ മാത്രമല്ല FL ഉണ്ട്, BFill ഉണ്ട്. അപ്പൊ ഈ ഫംഗ്ഷൻസിനെ കുറിച്ച് നമ്മൾ ഈ ഒരു ലൈബ്രറിയുടെ സെക്കൻഡ് പാർട്ടിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഫിൽന മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ വാല്യൂസിനെ എന്ത് ചെയ്യാം? ഈ മിസ്സിംഗ് വാല്യൂസിനെ ഫിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രോപ്ന എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഡ്രോപ്പ് ആണ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഈ ഒരു സ്കിൻ ഫോൾഡും ജെറം ഇൻസുലിനും കുറെ മിസ്സിംഗ് വാല്യൂസ് ഉണ്ട്. അപ്പോൾ കുറെ മിസ്സിംഗ് വാല്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ ഡ്രോപ്പ് ചെയ്യാണ്. ആ 2 കോളംസിനെയും ഞാൻ ഡ്രോപ്പ് ചെയ്യാണ്. ഒരു വേരിയബിൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വേരിയബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫയൽ നമ്മൾ റീഡ് ചെയ്യുന്ന ആ ഒരു വേരിയബിൾ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു വേരിയബിൾ വേണം നമ്മൾ മെൻഷൻ ചെയ്യാനായിട്ട്. എങ്കിലാണ് ഈ ഒരു ചേഞ്ചുകളൊക്കെ ഈ ഒരു ഫയലിൽ വരുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡേറ്റ ഈക്വൽ ടു ഈ വേരിയബിൾ, നമ്മുടെ വേരിയബിൾ ഡേറ്റ ആണല്ലോ. അപ്പൊ ഡേറ്റ ഡോട്ട് ഡ്രോപ്ന എന്ന് പറയുന്ന ഫംഗ്ഷൻ മെൻഷൻ ചെയ്യണം. മെൻഷൻ ചെയ്തതിന് ശേഷം ഈ ഒരു സ്കിൻ ഫോൾഡും ജെറം ഇൻസുലിനും ഞാൻ എന്ത് ചെയ്യുന്നു? ആ കോളംസ് ഞാൻ മെൻഷൻ ചെയ്യാണ്. കാരണം ഏറ്റവും കൂടുതൽ മിസ്സിംഗ് വാല്യൂസ് ഉള്ളത് ആ കോളംസിലാണ്. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഡ്രോപ്ന ഫംഗ്ഷൻ വെച്ചിട്ട് ഈ മിസ്സിംഗ് വാല്യൂസിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഡ്രോപ്പ് ചെയ്യുന്നു. ഞാൻ സബ്സെറ്റ് ഈക്വൽ ടു എന്നുള്ള ഒരു വേരിയബിൾ മെൻഷൻ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കോളംസിനെ ഞാൻ അവിടെ മെൻഷൻ ചെയ്യുന്നത്, ഈ ഒരു വേരിയബിളിലേക്ക് മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? റൺ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഓൾറെഡി നമ്മുടെ ഈ ഒരു ഡേറ്റ സെറ്റില് ആ 2 കോളംസ് ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു BP കേസും ഗ്ലൂക്കോസിന്റെ കേസിലും BMIയുടെ കേസിലും നമുക്ക് മിസ്സിംഗ് വാല്യൂസ് ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഫിൽന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഫില്ല് ചെയ്യാണ്, മിസ്സിംഗ് വാല്യൂസിനെ ഫില്ല് ചെയ്യാണ്. അപ്പൊ ഞാനിവിടെ ഫിൽന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് മിസ്സിംഗ് വാല്യൂസിനെ ഫില്ല് ചെയ്യാണ്. അത് മീൻ വെച്ചിട്ടാണ്. ഓക്കെ, മീൻ, മീഡിയൻ, മോഡ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ ഫംഗ്ഷൻസിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യും. അപ്പൊ ഈ ഒരു മീനാണ് നമ്മളിവിടെ ഈ ഒരു മീൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മിസ്സിംഗ് വാല്യൂസിനെ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റ ഈക്വൽ ടു ഡാറ്റ ഡോട്ട് ഫിൽന എന്ന് പറയുന്ന ഫംഗ്ഷൻ മെൻഷൻ ചെയ്തതിന് ശേഷം ഡാറ്റ ഡോട്ട് ഞാൻ എന്താണ്? മീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ മീൻ എന്ന് മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ റൺ ചെയ്യുന്ന സമയത്ത്
നമ്മുടെ ഈ ഒരു ഡേറ്റാ സെറ്റിൽ ഇത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം, അപ്ഡേഷൻ വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ നോക്കുകയാണ്. സോ ഡാറ്റ ഡോട്ട് ഇസ്ന ബ്രാക്കറ്റ് മെൻഷൻ ചെയ്യുന്നു, ഡോട്ട് സം ബ്രാക്കറ്റ് മെൻഷൻ ചെയ്യുന്നു. കോൾ ഇത് റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവിടെ എന്താ മിസ്സിംഗ് വാല്യൂസ് 0 എന്നായി. അപ്പൊ അതായത് ഈ മിസ്സിംഗ് വാല്യൂസ് ഒക്കെ എന്താ, ഇവിടെ 2 കോളംസ് ഡ്രോപ്പ് ആയി, ബാക്കി 3 കോളംസിന്റെ മിസ്സിംഗ് വാല്യൂസും എന്താണ് ഫിൽ ആയി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഇവിടെ മിസ്സിംഗ് വാല്യൂസ് എന്താ ഇല്ല. അപ്പൊ നമ്മളുടെ ഡാറ്റ ക്ലീനിങ് എന്തായി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ഡേറ്റ സെറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡേറ്റ സെറ്റിൽ നമ്മൾ ഡാറ്റ ക്ലീനിങ് ചെയ്തത്. അപ്പൊ നമ്മൾ ബേസിക് ഫംഗ്ഷൻസുകളൊക്കെ മെൻഷൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡേറ്റ സെറ്റിൽ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ അതിന് ഈ ഒരു ഫംഗ്ഷൻ മെൻഷൻ ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പൊ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എത്രത്തോളം മിസ്സിംഗ് വാല്യൂസ് ഉണ്ട് നമ്മൾ കൗണ്ട് ചെയ്യണം. നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ മെൻഷൻ ചെയ്യുന്നു. കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു കൗണ്ട് നമുക്കിവിടെ കിട്ടും. അപ്പൊ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഒന്നില്ലെങ്കിൽ ഈ ഒരു മിസ്സിംഗ് വാല്യൂസിനെ ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഫിൽ ചെയ്യാം. ഞാൻ ഡ്രോപ്പും ചെയ്തിട്ടുണ്ട്, ഫില്ലും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും ചെക്ക് ചെയ്യാണ്, മിസ്സിംഗ് വാല്യൂസ് ഇനി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്, മിസ്സിംഗ് വാല്യൂസ് ഇല്ല. അതായത് നമ്മൾ ഈ ചെയ്ത 2 കാര്യങ്ങളും ഈ ഒരു ഡേറ്റ സെറ്റിൽ അപ്ഡേറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് ഡേറ്റ ക്ലീനിങ് ചെയ്യുന്നത്. അടുത്തൊരു ഫയല് നമ്മൾ റീഡ് ചെയ്ത് നമുക്ക് നോക്കാം. ഒരു ടൈറ്റാനിക്കിന്റെ ഡാറ്റ സെറ്റ് നമുക്കൊന്ന് ഡേറ്റ ക്ലീനിങ് ചെയ്ത് നോക്കാം. വേരിയബിൾ ആദ്യം മെൻഷൻ ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു CSV ഫയല് റീഡ് ചെയ്യാണ്. pd.read CSV. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഫയല് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഫയൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നെയിം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു വേരിയബിളിലെ കോൾ ഇത് റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും, ഈ ഒരു ഡേറ്റ സെറ്റ്, എനിക്ക് ഈ ഒരു ഡേറ്റ സെറ്റിന്റെ ഇൻഫോർമേഷൻസ് എനിക്ക് ഇവിടെ കിട്ടാണ്. അപ്പൊ ഇതില് ഈ ഒരു ഡേറ്റ സെറ്റിലെ ഫസ്റ്റത്തെ 4 അല്ലെങ്കിൽ ഒരു 5 ലൈൻസിന്റെ ഡീറ്റെയിൽസ് ആണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ എന്ത് ചെയ്താൽ മതി, ഡേറ്റ ഡോട്ട് ഹെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മെൻഷൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, 5 എന്ന് മെൻഷൻ ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ 5 റോസിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടും. അടുത്തായിട്ട് എനിക്ക് ലാസ്റ്റത്തെ 6 റോസിന്റെ ഡീറ്റെയിൽസ് ആണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിക്കുക. ടെയിൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ മെൻഷൻ ചെയ്തിട്ട് 6 എന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലാസ്റ്റത്തെ 6 ലൈൻസിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടും. അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ഡേറ്റ സെറ്റിന്റെ ഷേപ്പ് നമ്മൾ നോക്കുകയാണ്. അപ്പൊ ഷേപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ ഷേപ്പ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ റോസും കോളംസും ഷേപ്പ് കിട്ടി. അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ക്രൈബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇൻഫോ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ കുറിച്ചുള്ള ഈ ഒരു ഡേറ്റ സെറ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ഫംഗ്ഷനിൽ കിട്ടും. ഓക്കെ, ഇതിന്റെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ടൈപ്പ്, കാര്യങ്ങൾ എല്ലാം, മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെങ്കിൽ മിസ്സിംഗ് വാല്യൂസുകൾ ഒക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ നോക്കിയ സമയത്ത് ഇവിടെ ഡേറ്റ ടൈപ്പിൽ ചേഞ്ച് ഉണ്ട്. ഇവിടുത്തെ ഡേറ്റ ടൈപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യണം. ഓക്കെ, അതായത് ഇവിടെ ഫുള്ളും വാല്യൂസ് അല്ല ഡേറ്റ ടൈപ്പ്, കുറച്ച് കാര്യങ്ങൾ ലെറ്റേഴ്സിലാണ്. ഓക്കെ, ഇപ്പോ ഒരു എക്സാമ്പിൾ ആണിത്. ഇതെന്ന് പറയുന്നത് ലെറ്റേഴ്സിലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ വാല്യൂസിലേക്ക്, ഈ ലെറ്ററിനെ നമുക്ക് വാല്യൂസിലേക്ക് ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഇവിടെ ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് നമ്പേഴ്സിലാണ്, ഇൻറ്റീജർ ആണ്. അപ്പൊ ഈ ഒരു കോളം ഇതിലത്തെ ഡീറ്റെയിൽസ് മാത്രമാണ് നമുക്ക് എന്തിലുള്ളത്, ലെറ്റേഴ്സിലുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ആ ലെറ്റേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് വാല്യൂസ് ഇൻറ്റീജേഴ്സിലേക്ക് മാറ്റണം. അപ്പൊ അതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ഡേറ്റ സെറ്റിൽ വരുന്ന ഒരു കറക്ഷൻ. ഓക്കെ, അപ്പൊ അതിനുശേഷം ഞാൻ ഇൻഫോയിൽ നോക്കുമ്പോൾ നമുക്ക് ഇൻഫോയിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു കോളത്തിൽ നമുക്ക് മിസ്സിംഗ് വാല്യൂസ് വരുന്നുണ്ട്. ഓക്കെ, അല്ലായിരുന്നെങ്കിൽ നമുക്ക് അതിനെ ഡ്രോപ്പ് ചെയ്ത് വിടായിരുന്നു. ഓക്കെ, ഡ്രോപ്പ് ചെയ്യായിരുന്നു. അപ്പൊ നമുക്ക് ഇതിനെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇതിനെ ഈ ലെറ്റേഴ്സിനെ നമുക്ക് വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് എന്താ, നമുക്ക് അവിടെ മിസ്സിംഗ് വാല്യൂസ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ മിസ്സിംഗ് വാല്യൂസിനെ ഫില്ല് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, എന്തായാലും ഈ ഒരു ലെറ്റേഴ്സിനെ വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്യണം.
അടുത്തായിട്ട് ഞാൻ മിസ്സിംഗ് വാല്യൂസ് കൗണ്ട് ചെയ്യണം. എത്ര മിസ്സിംഗ് വാല്യൂസ് ഉണ്ട് കൗണ്ട് ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ മിസ്സിംഗ് വാല്യൂസിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. ഏജിൽ 177 ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ക്യാബിനിൽ 687 ഉണ്ട്. പിന്നെ ഈ ഒരു എംബാർക്കഡിൽ 2 ഉണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൽ രണ്ടിലും കൂടുതലായിട്ട് മിസ്സിംഗ് വാല്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഡ്രോപ്പ് നൗ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഈ രണ്ട് കോളംസിനെ ഡ്രോപ്പ് ചെയ്യാണ്. അപ്പൊ ഡാറ്റ ഈക്വൽ ടു ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് നൗ സബ്സെറ്റ് മെൻഷൻ ചെയ്തിട്ട് ഈക്വൽ ടു അതിലേക്ക് ഏജും ക്യാബിനും മെൻഷൻ ചെയ്യുന്നു. എന്നിട്ട് റൺ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ഡോട്ട് ഇസ്ന ഡോട്ട് സം എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്തിട്ട് ഒരുമിച്ച് റൺ ചെയ്യാം. അപ്പൊ റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടി, മിസ്സിംഗ് വാല്യൂസ്, അവിടെ മിസ്സിംഗ് വാല്യൂസ് അപ്ഡേറ്റ് ആയോ നോക്കുകയാണ്. അപ്പോൾ എന്താ മിസ്സിംഗ് വാല്യൂസിന്റെ ആ ഒരു കോളംസിന്റെ മിസ്സിംഗ് വാല്യൂസിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അവിടെ അപ്ഡേഷൻ വരാനുള്ള ഈ ഒരു എംബാർക്കഡ് ആണ്. ഈ ഒരു 2 മിസ്സിംഗ് വാല്യൂസിന് നമുക്ക് ഫില്ല് ചെയ്യണം. അപ്പൊ ആക്ച്വലി നമുക്കറിയാം ഈ ഒരു മിസ്സിംഗ് വാല്യൂ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ലെറ്റേഴ്സ് ആണ് അല്ലെ. നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, ഇന്റീജേഴ്സിലേക്ക് മാറ്റണം. അപ്പൊ അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഈ ഒരു ഗെറ്റ് ഡമ്മീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇതൊരു മെത്തേഡ് ആണ്, ഈ ഒരു ഗെറ്റ് ഡമ്മീസ് എന്ന് പറയുന്ന മെത്തേഡ് ആണ്. അപ്പൊ ഡാറ്റ ഈക്വൽ ടു pd ഡോട്ട് ഗെറ്റ് ഡമ്മീസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്, ആ ഒരു ഫംഗ്ഷൻ മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു വേരിയബിളിനെ മെൻഷൻ ചെയ്തിട്ട് ഡ്രോപ്പ് ഫസ്റ്റ് ഈക്വൽ ടു ട്രൂ എന്നുള്ള കമാൻഡ് കൊടുക്കുന്നു. കമാൻഡ് കൊടുത്തതിന് ശേഷം റൺ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം, അപ്പൊ ഇത് നമ്പേഴ്സിലേക്ക് മാറിക്കഴിഞ്ഞു. ഓക്കെ, അടുത്തായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ ഫിൽ ചെയ്യാണ്. ഡേറ്റ ഈക്വൽ ടു ഡേറ്റ ഡോട്ട് ഫിൽന എന്ന് പറഞ്ഞിട്ട് മീൻ വെച്ചിട്ടാണ് ഞാൻ ഫിൽ ചെയ്യുന്നത്. ഡേറ്റ ഡോട്ട് മീൻ എന്ന് മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എന്താ ഡേറ്റ ഡോട്ട് ഇസ്ന ഡോട്ട് സം എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തിട്ട് മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ എന്ന് അറിയാനുള്ളൊരു കമാൻഡ് ഞാൻ എന്ത് ചെയ്യണം, കൊടുക്കണം. ഒരു ഫംഗ്ഷൻ കൊടുക്കുന്നു. ഫംഗ്ഷൻ കൊടുത്തതിന് ശേഷം റൺ ചെയ്യുന്നു. റൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ എന്താ മിസ്സിംഗ് വാല്യൂസുകൾ, ഇവിടെ മിസ്സിംഗ് വാല്യൂസ് ഒന്നുമില്ല, എല്ലാം ഫിൽ ആയി കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ ഒരു ഡേറ്റ ക്ലീനിങ്ങിൽ നമ്മൾ നോക്കുന്നത്.